ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിജയമാണ് ഇത്തവണ മഹായുതി സഖ്യമെന്ന് പറയുന്ന ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ നേടിയിട്ടുള്ളത്. ആകെയുള്ളത് 288 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതിൽ 234 സീറ്റുകളും ഈ മഹായുതി സഖ്യം നേടിയിരിക്കുന്നു. സാധാരണ 200-നപ്പുറത്തേക്ക് ഇതേവരെ ഒരു സഖ്യവും പോയിട്ടില്ല. അതിൽ തന്നെ ബി.ജെ.പി 132 സീറ്റുകൾ കിട്ടിയിരിക്കുന്നു. ശിവസേന എന്ന് പറയുന്ന ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് 57 സീറ്റുകൾ കിട്ടിയിരിക്കുന്നു. NCP അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCPക്ക് 41 സീറ്റുകൾ കിട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് അവർക്ക് 234 സീറ്റുകൾ കിട്ടിയിരിക്കുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സഖ്യത്തിന് അതിൽ ശിവസേനയുടെ ഉദ്ധവ് താക്കറേക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്. അവർക്ക് കിട്ടിയത് 20 സീറ്റുകളാണ്. കോൺഗ്രസിന് ആകെ കിട്ടിയത് 16 സീറ്റുകളാണ്. അതുപോലെ തന്നെ NCPക്ക് 10 സീറ്റുകളാണ്. യഥാർത്ഥ ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCPക്ക് 10 സീറ്റുകളാണ്. അതേഴ്സ് 4ആണ്. ഇത് യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിനെയും രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ ഈ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞത് അൺബിലീവബിൾ, ഇത് അവിശ്വസനീയം എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു. അദ്ദേഹവും ഏതാണ്ട് ഇതേപോലെ തന്നെ അത്ഭുതത്തിലാണ് അദ്ദേഹവും മറുപടി പറഞ്ഞത്. കാരണം ഇത്തരത്തിലുള്ള റിസൾട്ട് കോൺഗ്രസ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇതിൽ ഏറ്റവും ആദ്യമേ തന്നെ പറയട്ടെ, വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 55% വോട്ടുകൾ എന്നുള്ള പോളിംഗ് രേഖപ്പെടുത്തിയതെങ്കിൽ പിന്നീട് ഇപ്പോൾ വോട്ട് കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് 66%. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദ വയറിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നേക്കുന്നത് പോൾ ചെയ്യപ്പെടാത്ത 5 ലക്ഷത്തോളം വരുന്ന കൂടുതൽ വോട്ടുകൾ കൂടി അവിടെ എണ്ണി എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ശരിയാണോ ഇല്ലയോ എന്നൊന്നും സ്ഥിരീകരിക്കാനൊരു മാർഗവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സംശയമാണ് പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഉയർത്തുന്നത്. അദ്ദേഹം പറയുന്നത് ജമ്മു കാശ്മീർ കൊടുത്തുകൊണ്ട് ഹരിയാന എടുത്തതുപോലെ തന്നെ ഇത്തവണ ജാർഖണ്ഡ് കൊടുത്തുകൊണ്ട് ഇവർ മഹാരാഷ്ട്ര എടുക്കുകയായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് കളികളാണോ എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ തന്ത്രങ്ങളാണ് അവിടെ ബി.ജെ.പി പയറ്റിയത്, കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ പരാജയത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 31 സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് മഹാവികാസ് അഘാഡി വലിയ നേട്ടമുണ്ടാക്കി. ആകെയുള്ളത് 48 സീറ്റുകളാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അവിടെയുള്ള 48 സീറ്റുകളിൽ നിന്ന് 31 സീറ്റുകൾ മഹാവികാസ് അഘാഡിക്ക് കിട്ടി. വെറും 17 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത്. ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കി. അപ്പോൾ അതിനുശേഷം ഈ വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഈ മാറ്റമുണ്ടായത്, എന്തൊക്കെയാണ് അതിനവരെ സഹായിച്ചത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഹരിയാനക്കും ജമ്മു കാശ്മീരിനുമൊപ്പം ഈ തെരഞ്ഞെടുപ്പ് നടത്താതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ മറുപടി അങ്ങനെ ഒരുമിച്ച് നടത്താതിരുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം, ഒന്ന് ജനുവരിയിൽ ഉത്സവങ്ങളാണ്, രണ്ടാമത്തേത് കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വലിയ തോതിലുള്ള സുരക്ഷ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സുരക്ഷ കൊടുക്കാൻ ഇതൊക്കെ വിഘാതമാകും. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചത് എന്നുള്ളതാണ്. പക്ഷെ ആ നീട്ടിവെച്ചത് യഥാർത്ഥത്തിൽ ബി.ജെ.പി നേതൃത്വത്തിലുള്ള ഒരു മഹായുതി സഖ്യത്തെ വളരെയധികം സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ കാര്യത്തിൽ നമുക്കറിയാം, നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവുമാണ് ഇലക്ഷൻ കമ്മീഷൻ നിർണ്ണയിക്കുന്ന ഒരു സമിതിയിലുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിക്കൊണ്ട് പകരം ഒരു മന്ത്രിയെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ 2:1 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഭൂരിപക്ഷം കിട്ടാനും ഏത് ഇലക്ഷൻ കമ്മീഷൻ വേണമെന്നൊക്കെ തീരുമാനിക്കാനുള്ളൊരു സാവകാശവും അവർക്ക് തന്നെ കിട്ടി. പിന്നെ വോട്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിൽ വലിയ കുറവുണ്ട് ഇലക്ഷൻ കമ്മീഷന്. നമ്മളിവിടെ 7 ഘട്ടമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴും രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ പോളിംഗ് കൺഫേം ചെയ്തത് പോലും നിരവധി വൈകി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പ് ആരെങ്കിലും അടിച്ചുമാറ്റിയതാണ്, അട്ടിമറി നടത്തിയതാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെയൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്താലും അത് പിന്നീട് പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ദ വയറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് 5 ലക്ഷത്തോളം വോട്ടുകൾ ഇല്ലാത്തത് എണ്ണി എന്ന് തന്നെയാണ്. ഹരിയാനയിൽ പലപ്പോഴും വളരെ നിസാര വോട്ടുകൾക്കാണ് അവിടെ പല സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചതെങ്കിൽ ഇവിടെ നിസാര വോട്ടുകൾക്കല്ല, വലിയ വലിയ മജോറിറ്റികൾക്കാണ് ഈ മഹായുതി സഖ്യം നേടിയിട്ടുള്ളത്.
അതിൽ തന്നെ BJPയുടെ വിജയം എന്ന് പറയുന്നത് സ്ട്രൈക്കിംഗ് റേറ്റ് എന്ന് പറയുന്നത് 90% എന്നുള്ളത് നിങ്ങൾ കാണണം. മഹായുതി സഖ്യത്തിൻ്റേത് 80%. കോൺഗ്രസ് ആകട്ടെ അവിടെ 101 സീറ്റുകളിൽ മത്സരിച്ചപ്പോഴാണ് കേവലം 16 സീറ്റിൽ മാത്രം ജയിക്കാൻ കഴിഞ്ഞത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ നീട്ടിവെച്ചത് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ഇവരെ സഹായിച്ചു. അതാണ് ഒന്നാമത്തെ കാര്യം. ഇലക്ഷൻ നീട്ടിവെച്ചത് ഈ പറയുന്ന അവിടെ നിലവിലുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസിയെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും ചില സ്കീമുകൾ നടപ്പിൽ വരുത്താനും അതുവഴി ജനങ്ങളുടെ ഒരു താല്പര്യം വർദ്ധിപ്പിക്കാനും വോട്ട് നേടാനും ഒക്കെ സഹായിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്കീം, ഏറ്റവും സിംഗിൾ ലാർജസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ലഡ്കി ബഹൻ യോജന എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സ്കീം പ്രഖ്യാപിച്ചു. ആ സ്കീം പ്രഖ്യാപിക്കുമ്പോൾ ഇതേ സ്കീം തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത് മധ്യപ്രദേശിൽ അവർ ഇതുപോലെ തന്നെ പ്രഖ്യാപിച്ച് ആൻറ്റി ഇൻകുംബൻസിയെ മറികടന്നത്. ഇതേ സ്കീം പോലെ തന്നെ ഒരു സ്കീമാണ് പശ്ചിമ ബംഗാളിൽ അത് നടപ്പിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിലും ഇതുപോലെയുള്ള ഭരണവിരുദ്ധ വികാരത്തെ മമതാ ബാനർജി കഴിഞ്ഞ ലോക്സഭയിലുമൊക്കെ മറികടന്നത്. ഈ സ്കീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ സ്കീമിൽ 1500 രൂപ വീതം എല്ലാ വനിതകൾക്കും, അതായത് 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും തന്നെ, പാവപ്പെട്ട ആളുകൾക്ക്, ഗവൺമെൻറ് ജീവനക്കാരല്ലാത്ത ആളുകൾക്കെല്ലാം തന്നെ ഈ സ്കീം പ്രകാരം 1500 രൂപ കൊടുക്കുക. അപ്പോൾ ഒരു വീട്ടിൽ 4 വനിതകളുണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അറിയേണ്ടത് അവർക്ക് 6000 രൂപ കിട്ടും. അതൊരു വലിയ നേട്ടമാണ്. പോൾ പ്രോമിസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അത് 2100 രൂപയാക്കി ഉയർത്തും എന്നുള്ളതാണ്. മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് 12.7 കോടി ആളുകളുള്ള, അതായത് 12,70,00,000 വരുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അതിൽ തന്നെ 9.7 കോടിയോളം വരുന്ന വോട്ടേഴ്സ് ഉണ്ട്. ആ വോട്ടേഴ്സിൽ പകുതിയിൽ കൂടുതലും തന്നെ സ്ത്രീകളാണ് എന്ന് നിങ്ങൾ അറിയണം. ആ സ്ത്രീകളിൽ പെട്ടിട്ടുള്ള ഏതാണ്ട് 2-2.5 കോടിയോളം ആളുകളിലേക്ക് ഈ ബെനഫിറ്റ് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഗവൺമെൻറ്റിനോടുള്ള ഭരണവിരുദ്ധ വികാരമൊക്കെ അലിഞ്ഞില്ലാതാവുകയും ഇത് വലിയ തോതിലുള്ള താല്പര്യമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹായുതി സഖ്യത്തിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പകരം അവർ ഫാർമേഴ്സിന് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും നിരവധി പദ്ധതികളും സ്കീമുകളും തന്നെ പ്രഖ്യാപിച്ചു. ഉദാഹരണത്തിന് അവിടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ വേവ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ വിളകൾക്കെല്ലാം ചില തോതിലുള്ള സബ്സിഡികൾ കൊടുക്കുക, ഇൻഷുറൻസുകൾ കൊടുക്കുക, അതുപോലെ ഫ്രീ ആയിട്ട് അവരുടെ കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പിന്നെ OBCകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രത്യേക സ്കീമുകൾ ഉണ്ടാക്കുക. ഇതെല്ലാറ്റിനും ഉപരി 70% വരുന്ന വീട്ടുകാർക്ക്, ഫാമിലിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഫ്രീ ആയിട്ടും ചീപ്പായിട്ടുമുള്ള ഗ്രോസറി ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന വലിയ തോതിലുള്ള സ്കീമുകൾ പ്രഖ്യാപിക്കുകയും ആ സ്കീമുകളിലൂടെ, ഫ്രീബീസുകളിലൂടെ, ജനപ്രിയ സ്കീമുകളിലൂടെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തെ മധ്യപ്രദേശിലൊക്കെ മറികടന്നതുപോലെ തന്നെ ഇവിടെയും മറികടക്കാൻ അവർ സഹായിച്ചു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യം ഇലക്ഷൻ കമ്മീഷൻ ടൈം നീട്ടിക്കൊടുക്കുന്നു. ആ ടൈമിൽ നിങ്ങൾ അറിയേണ്ടത് ഈ സ്കീമിൽ കഴിഞ്ഞ തവണ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്തിനിടക്ക് ഈ സ്കീമുകൾ നടപ്പിൽ വരുത്താനും ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കാനും അവർക്ക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും പുതിയ ഫാക്ടർ. ഞാൻ പറഞ്ഞു 2 ഫാക്ടറുകൾ. ഒന്ന് ഫാർമേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ, OBCക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ, അതിനെല്ലാറ്റിനും ഉപരി അവിടുത്തെയുള്ള വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സ്കീം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 സ്കീമുകൾ. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മഹാവികാസ് അഘാഡി ഒരു വിജയത്തിൻ്റെ ആലസ്യത്തിലേക്ക് പോവുകയും അവർ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ BJP വളരെ കൃത്യമായി ഇതിൽ എന്ത് ചെയ്താൽ അവർക്ക് വിജയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അവർക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളത് വളരെ നാരോ മാർജിനിലാണ് ഈ 31 സീറ്റുകൾ കിട്ടിയത്. 0.3% വരുന്ന മാർജിനേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 0.5% വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കഴിഞ്ഞ രൂപത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും അതുപോലെ മധ്യപ്രദേശിലും ഇത്തരം നേരിയ വോട്ട് വ്യത്യാസത്തിനാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ നിയമസഭയിലുമൊക്കെ അവർക്ക് ഭരണം കിട്ടിയതും നഷ്ടപ്പെട്ടതുമെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ ചെറിയ വേഫർ തിൻ മാർജിൻ എന്ന് പറയുന്ന മാർജിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള വളരെ കൃത്യമായ പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഹരിയാനയിൽ ചെയ്തിട്ടുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പരിപാടി കൂടി അവിടെ ചെയ്തു. ആ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, എതിർ സ്ഥാനാർത്ഥി ഏത് സമുദായക്കാരനാണെന്നും ഏത് സമുദായത്തിനാണ് ആ മണ്ഡലത്തിൽ പ്രാമുഖ്യമുള്ളതെന്നും അവിടെ ഏതൊക്കെ ആളുകളെ നിർത്തിയാൽ ആ വോട്ട് ഭിന്നിപ്പിക്കാൻ കഴിയുമെന്നും ഒക്കെ പഠിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഓരോരോ ആളുകളെയും കണ്ടെത്തുകയും ആ കണ്ടെത്തിയ ആളുകളെ BJP തന്നെ സ്പോൺസർ ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുകയും പണം കൊടുക്കുകയും കൂടാതെ അവർക്ക് വേണ്ടി വേണമെങ്കിൽ
വേണമെങ്കിൽ പ്രചരണത്തിന് വേണ്ടി ആൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ വോട്ടുകളെ ഭിന്നിപ്പിച്ചു. അങ്ങനെ ഒരു എതിരാളികളുടെ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കഴിയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ നടപ്പിലാക്കി. അതാണ് നമ്മൾ ഹരിയാനയിൽ കണ്ടത്. ആ ഹരിയാനയിൽ കണ്ടിട്ടുള്ള അതേ തന്ത്രം തന്നെ ഇവിടെ പയറ്റി. അതുകൊണ്ട് അതും വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പിലെല്ലാം നമുക്കറിയാം മോദിയെ മുഖമാക്കിക്കൊണ്ട് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ എന്ന് പറയുന്ന ഒരു പരീക്ഷണമാണ് നടത്തിയത്. ഏതാണ്ട് 20ഓളം വരുന്ന റാലികളിൽ അന്ന് അദ്ദേഹം കർണാടകയിൽ പങ്കെടുത്തിരുന്നു. വലിയ തോതിലുള്ള റാലികൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും വോട്ടായി മാറിയില്ല. അല്ലെങ്കിലും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ മോദിയുടെ അത്തരത്തിലുള്ള ഒരു ഇമേജിന് വലിയ കോട്ടം തട്ടി എന്ന് മനസ്സിലാക്കിയവർ മോദിയെ അപ്പാടെ തന്നെ മോദി പ്രഭാവം ഇല്ലാതെ തന്നെ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഹരിയാന കൊണ്ട് തെളിയിച്ചത് കൊണ്ട് തന്നെ ഏതാണ്ട് അതേ നിലപാട് തന്നെ ഇവിടെ എടുത്തു. ഇവിടെ ദേവേന്ദ്ര ഫഡ്നാവിസിനെയും ഷിൻഡെയും പോലെയുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കൂടാതെ ഇത് മറ്റൊരു തരത്തിൽ സഹായകമാകുക കൂടി ചെയ്തു. കാരണം മോദിക്ക് ഒറ്റയ്ക്ക് ജയിക്കും, മോദി RSSനെ പോലും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള കാരണങ്ങളുണ്ടായതുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പിൽ മോദി ഒറ്റയ്ക്കെങ്കിൽ ജയിച്ച് കാണിക്കട്ടെ എന്ന് വിചാരിച്ച് RSS മിണ്ടാതിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ചില പ്രതികരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷവും മോദി 3.0 അധികാരത്തിലേറിയതിന് ശേഷവും റാം മാധവിൻ്റെ ലേഖനങ്ങളിലും ഇപ്പോൾ RSSൻ്റെ ചീഫിൻ്റെ ലേഖനം പ്രസംഗങ്ങളിലുമെല്ലാം നമ്മൾ കണ്ടു. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിട്ടുനിൽക്കൽ RSSൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഉണ്ടായില്ല. പകരം ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന ഒരാൾ നാഗ്പൂരുമായി വലിയ ബന്ധത്തിലായതുകൊണ്ട് നാഗ്പൂരിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സഹായം ഇദ്ദേഹത്തിന് കിട്ടുകയും ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിന് സഹായിക്കുകയും ചെയ്തു. അതാണ് ഇവരെ വിജയത്തിലേക്ക് നയിച്ച അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആറാമത്തേത്, എല്ലാ തവണയും BJP ഉപയോഗിക്കുന്ന പോലെ ഹിന്ദുക്കളായ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും അങ്ങനെ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ കഴുത്തു പോകുമെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണത്തിന് തുടക്കമിട്ടു. ഇത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇത് ചെയ്തു. എനിക്കറിയാവുന്ന ചിലരുടെയൊക്കെ വീടുകളിൽ തന്നെ നമ്മൾ ഹിന്ദുക്കളല്ലേ അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ ആളുകളെത്തി എന്നുള്ളത് മാത്രമല്ല, ചില കടുത്ത വർഗീയ പ്രചാരണങ്ങളടക്കമുള്ള ആളുകൾ അത് വളരെ സൈലൻ്റായി വീടുകളിലെത്തി അവരെ ക്യാൻവാസ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണിക്ക് ഒരുപക്ഷെ സഹായകമാകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം. ആ മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിലും BJP ഇതുപോലെ തന്നെ ഒരു അടവ് നയം പ്രഖ്യാപിച്ചു. അത് 28% വരുന്ന മറാഠകൾക്ക് OBC സംവരണം കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതിഷേധം മറാത്തകൾ ഇന്ത്യ മുന്നണിയെ സഹായിക്കുമെന്നാണ് വിചാരിച്ചതെങ്കിൽ BJP ഹരിയാനയിൽ ചെയ്ത പോലെ തന്നെ ഹരിയാനയിൽ ജാട്ടുകൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ജാട്ടുകളും ഇതര കമ്മ്യൂണിറ്റിയും എന്നുള്ള നിലക്ക് ഒരു ഡിവൈഡ് അവിടെ രൂപപ്പെടുത്തുകയും ആ ജാട്ടിതര കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുകയും സാധാരണ എല്ലാവരും ജാട്ടുകളിലാണ് ഫോക്കസ് കൊടുക്കണമെങ്കിൽ ജാട്ടല്ലാത്ത കമ്മ്യൂണിറ്റികളിലേക്ക് ഫോക്കസ് കൊടുക്കുകയും അതിൽ നിന്ന് മാക്സിമം വോട്ട് സമാഹരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ മറാഠകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കെതിരായിട്ടുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുകയും അവരെല്ലാം തന്നെ കൃത്യമായി കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരുടെ വോട്ടുകളും ഒരു പരിധിവരെ മറാഠയുടെ വോട്ടുകളും ഒക്കെ തന്നെ മേടിച്ചെടുക്കാൻ കൃത്യമായി BJPക്ക് കഴിഞ്ഞു. ഇതിൽ SC ST ഔട്ട്റീച്ച് പ്രോഗ്രാം അടക്കമുള്ള നിരവധി പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് STക്കും SCക്കും ഒക്കെ സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളിൽ 21 വീതം മണ്ഡലങ്ങളിൽ വലിയ തോതിൽ നേട്ടമുണ്ടാക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇതേ സമയം തന്നെയാണ് നമ്മൾ കാണേണ്ട ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം, ഒരലസമായ ഭാവത്തോടുകൂടി നെഗ്ലിജൻ്റായി ഇരിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നുള്ളത് നിങ്ങൾ മറന്നുകൂടാ. ആ കോൺഗ്രസ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണയൊക്കെ നടത്തിയതിനേക്കാൾ കുറച്ചുകൂടി വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ നടത്തിയിരുന്നു. പക്ഷേ കോൺഗ്രസിന് ഇതിനൊന്നും കൃത്യമായി കൗണ്ടർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ലഡ്കി ബഹൻ യോജന എന്ന് പറയുന്ന 2100 രൂപ 1500 രൂപ ആളുകൾ കൊടുക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഏതാണ്ട് 3 ആഴ്ച മുമ്പ് മാത്രമാണ് ഒരു വലിയ ഓഫർ മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ 3000-ഓളം രൂപ മാസം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കിട്ടിക്കൊണ്ടിരിക്കുന്ന 1500 രൂപയാണല്ലോ ആകാശത്ത് നിൽക്കുന്ന 3000 രൂപയേക്കാൾ മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആളുകൾ ആരും അതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. തെലങ്കാനയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് പോലും ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഫ്രീ വി പൊളിറ്റിക്സ് ഒക്കെ വളരെ കൃത്യമായി പയറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞുവെങ്കിൽ ഇതിവിടെ പയറ്റാൻ കഴിഞ്ഞില്ല. അതിനൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല BJP കാണുന്നത്രയും കൃത്യമായി വളരെ മൈക്രോ ലെവലിലുള്ള മാനേജ്മെൻറ്റും കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നതിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. പക്ഷേ മറ്റു പല തെരഞ്ഞെടുപ്പുകളേക്കാൾ മുമ്പ് തന്നെ ആളുകളെ നിശ്ചയിക്കുകയും അവരെ ഓരോരോ പ്രതിനിധികളെ നിശ്ചയിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തിയെങ്കിൽ പോലും
ഇത്തരത്തിലുള്ള തന്ത്രങ്ങളിലെല്ലാം കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിലും ആ സ്ട്രാറ്റജി ഓരോ തവണയും മൈക്രോ ലെവലിൽ കൃത്യമായി പഠിക്കുന്നതിലും 0.3% മാത്രമുള്ള മെജോറിറ്റി ചിലപ്പോൾ മറികടക്കാമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത ഇവർക്ക് ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുള്ള നെഗ്ലിജൻസിന് കോൺഗ്രസ് കൊടുക്കേണ്ടി വന്ന വില കൂടിയാണ് മഹാരാഷ്ട്രയിൽ BJPക്ക് കിട്ടിയ വിജയവും കോൺഗ്രസിൻ്റെ പരാജയവും. ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്ലാനിങ്ങിലൂടെയാണ്